നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് നാളെ നല്ല ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് നിഫ്റ്റി നാളെ എക്സ്പയറി ഡേ കൂടെ ആയതുകൊണ്ട് ഒരുപാട് പ്രീമിയം DK നടത്താനുള്ള സംഗതികളൊക്കെ ഉള്ളതുകൊണ്ട് നിഫ്റ്റിയിൽ പരമാവധി സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഏതായിരുന്നാലും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമുക്ക് നാളെ ഏതെല്ലാം തരത്തിൽ എവിടെയൊക്കെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എൻട്രി ലഭിക്കും എന്നുള്ളത് നോക്കാം. ഇന്നലെ ട്രേഡ് ചെയ്യാൻ വേണ്ടി മിനിഞ്ഞാന്ന് പറഞ്ഞ അനലൈസ് ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മൾ വീഡിയോ ചെയ്തു. അതുകൊണ്ട് ഇനി നാളേക്കുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഇതൊരു പ്രീവിയസ് ഹൈ ആയി, പ്രധാനപ്പെട്ട ഹൈ ആയി ഇത് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ആൾ ടൈം ഹൈ എന്ന് പറയുന്നത് 24,660. ഓക്കെ, 24,660, 61. നാളെ ഇതിൻ്റെ മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇത് നാളെ എടുക്കാനുള്ള സെറ്റപ്പ് അല്ല പറയുന്നത്, ഇതിന് മുകളിൽ നാളെ ഒരു ഡേ ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ മാർക്കറ്റ് നിഫ്റ്റി ഇനിയും മുകളിലേക്ക്, അതായത് 25,000 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 25,000 പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് തന്നെ വരും. കാരണം 25,000 എന്നുള്ളതൊരു ഏകദേശം ഇവിടെ നിന്ന് 1000-ഓളം പോയിൻ്റ് മുകളിലേക്ക് പോയ സ്ഥിതിക്ക് പിന്നെ ഇനി പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലാതെ ഇനി അത് തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോകില്ല. അതുകൊണ്ട് 1000 പോയിൻ്റൊക്കെ മുകളിലേക്ക് പോയ സ്ഥിതിക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് മസ്റ്റായിട്ട് പ്രതീക്ഷിക്കാം. അതിനനുസരിച്ച് നമുക്ക് അപ്പോൾ ട്രേഡ് സെറ്റപ്പ് നടത്താം. ഇപ്പോൾ നമുക്ക് അതാണ് പറഞ്ഞത്, 24,661 എന്നുള്ള ഈ ഒരു ലൈന് നാളെ ഒരു ഡേ ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിന് മുകളിൽ മാർക്കറ്റ് അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,000 ഇവിടെ ആയിരിക്കും. 24,775-770 ലെവലായിരിക്കും. അവിടെ നിന്നും ചെറുതായിട്ട് വീണ്ടും 24,975 വരെ പോകും. അതായത് 25,000 എന്നുള്ള മൈൽ സ്റ്റോൺ നിഫ്റ്റി ടച്ച് ആവും. അതിനുശേഷം തന്നെയായിരിക്കും കൂടുതലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടലുകൾ. മാർക്കറ്റാണ്, എന്തും സംഭവിക്കുക. നാളെ തന്നെ ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വരാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് മാത്രം. ഓക്കെ, ഈ ഒരു ലെവലിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ മാസം 26 ജൂലൈ, ഈ മാസം എൻഡോട് കൂടിയിട്ട്, ഈ മാസം എൻഡിലേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. 25-25 കൂടിയിട്ട്, അതായത് ഈ മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് 25,000 എത്താൻ തന്നെയാണ് സാധ്യത, ഇതേ ട്രെൻഡിൽ പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ എങ്ങനെ എവിടെ എടുക്കുക എന്നുള്ളത് നോക്കാം. നാളെ 24,657 ക്ലോസ് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കുക. ഏതുവരെ? അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,770 തന്നെയാണ്. ഇതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം, പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്യാം. ഓക്കെ, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 25,000 മുമ്പ് 24,850 എന്നുള്ള ഒരു റെസിസ്റ്റൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ 24,660 ബ്രേക്ക് ചെയ്താൽ 24,770, അവിടെ നിന്നും മുകളിലേക്ക് പോയാൽ 24,850. അതിനുശേഷമായിരിക്കും 25,000 എന്ന മൈൽ സ്റ്റോൺ ടച്ച് ചെയ്യുക. അപ്പോൾ നാളെ 24,660 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം. ഒരു 100-120 പോയിൻ്റ് നമുക്ക് അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കാം. 100 പോയിൻ്റ് കേട്ടോ, 100 പോയിൻ്റ് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഇനി താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്വിങ് ബ്രേക്ക് ചെയ്തതിൽ 24,470 ഇത് ക്രോസ് ചെയ്ത് താഴെ വരികയാണെങ്കിൽ നമുക്ക് താഴേക്കും എൻട്രി എടുത്തു പോകാവുന്നതാണ്. ഓക്കെ, താഴേക്ക് എടുത്തു പോകാം. ഏതുവരെ എന്ന് വെച്ചാൽ നെക്സ്റ്റ് സപ്പോർട്ട് എവിടെയെന്നറിയോ? ഇവിടെയാണ് 24,320. അതുവരെ നമുക്ക്
പുട്ട് സൈഡിലേക്ക് എടുത്തു പോകാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇതാണ് നാളെ നമുക്ക് ട്രേഡിങ്ങിനുള്ള ഒരു സെറ്റപ്പ്. 24,660 മുകളിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കും 24,470 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴേക്കും വരാം. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. 52,810 815 ആ റേഞ്ചാണ്. നമുക്ക് നാളെ ഇവിടെ നിന്നും മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്ത് പോകാം. ഏകദേശം അപ്പോൾ തന്നെ നമുക്ക് ഇതുവരെ 500 പോയിൻ്റോളം ഉണ്ട്. 500 പോയിൻ്റോളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പരമാവധി ഒരു 200-250 പോയിൻ്റ് മുകളിലേക്ക് പോകുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. എങ്ങനെയായിരുന്നാലും സ്റ്റോപ്പ് ലോസ് നിങ്ങൾ സ്ട്രിക്റ്റായിട്ടും മാനേജ് ചെയ്യണം. അല്ലാത്ത പക്ഷം ക്യാപിറ്റൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, 53,290 ലെവലിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നും എൻട്രി എടുത്ത് കഴിഞ്ഞാൽ അവർ 400 പോയിൻ്റ്, പക്ഷേ നമുക്ക് ഒരു 200 പോയിൻ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അതിൽ കൂടുതലും വെയിറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി താഴെ വരികയാണെങ്കിൽ ഇതാണ് സിംഗ് ലോ എന്ന് പറയുന്നത് 52,160. ഓക്കെ, നമ്മൾ സാധാരണ 52,050 നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. 52,060 ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ, ഇവിടെ നമുക്ക് സ്ട്രോങ് ആയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതേസമയം 52,150 160 ബ്രേക്ക് ചെയ്താലും നമുക്ക് 52,050 വരെ എൻട്രി എടുത്ത് പോകാം. 52,050 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. 52,060 എത്തുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. അതിന് താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഹ്യൂജ് ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 52,810 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡും 52,160 താഴെ വരികയാണെങ്കിൽ ഒരു 100 പോയിൻ്റ് ഡൗൺ സൈഡും പ്രതീക്ഷിക്കാം. അതിന് താഴെ ഹ്യൂജ് ഡൗൺ സൈഡ് പോകണമെങ്കിൽ 52,060 ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ നമുക്ക് നാളെ ട്രേഡ് സെറ്റപ്പ് ചെയ്യാം. ഇനി നാളേക്ക് 2 സ്റ്റോക്ക് പരിചയപ്പെടാം. 2 സ്റ്റോക്കുകളിൽ ഒന്ന് ഹിൻഡാൽക്കോ നമുക്ക് ഒരു സെൽ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് സെൽസ് ചെയ്തെടുത്ത് പോകാവുന്നതാണ്. 687 സെൽ എൻട്രി കൊടുത്താൽ 693 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 681 678 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും താഴെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് ത്രിവേണി ടർബൈനാണ്. ബൈ എൻട്രി ആണുള്ളത്. 646 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 641 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 651 653 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പരമാവധി പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾഡ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.